എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് സിമ്പിൾ ആയൊരു ക്രാഫ്റ്റ് വർക്കാണ്. അതിനുവേണ്ടി എടുത്തേക്കുന്നത് പ്രോജക്റ്റ് ഒക്കെ ചെയ്തിരുന്ന ഒരു സ്പൈറൽ ബൈൻഡ് ചെയ്തിട്ട് കുറച്ച് ഷീറ്റ്സ് ആണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് പല കളറായിട്ടുള്ളത് നമുക്ക് കിട്ടും. കുറച്ച് കട്ടിയുള്ള പ്ലാസ്റ്റിക് ഷീറ്റ്സ് ആണ് അത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പഴയ ഫയലൊക്കെ ഉണ്ടെങ്കിൽ അതാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പഴയ ഫയൽസോ അല്ലെങ്കിൽ ഇങ്ങനെ സ്പൈറൽ ബൈൻഡ് ചെയ്ത ഷീറ്റ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ക്രാഫ്റ്റ് ആണ്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമുക്ക് ഈ ഷീറ്റ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനുശേഷം നമുക്ക് റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഒരേ അളവിൽ കിട്ടാൻ വേണ്ടി ആദ്യം നമുക്ക് ഒന്ന് സ്ക്വയർ ആക്കി കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് റൗണ്ട് പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ പഴയ ഫയൽ വെറുതെ കളയാതെ അതല്ലാതെ ഇങ്ങനെ സ്പൈറൽ ബൈൻഡ് ചെയ്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെറുതെ പോവാതെ നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ടുള്ള ക്രാഫ്റ്റ് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ എന്തായാലും ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് വെറുതെ ഒരു ഹോം ഡെക്കറായിട്ട് വെക്കാനും പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ ഈ സ്ക്വയറായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അത് നമുക്കൊന്ന് റൗണ്ട് ആക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരേ അളവിൽ കിട്ടാൻ വേണ്ടിയാണ് എല്ലാം ഒന്ന് സ്ക്വയറാക്കി കട്ട് ചെയ്തിട്ട് ഒന്ന് റൗണ്ട് ആക്കി എടുക്കാനായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ നമ്മൾ കുറേ എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു കോമ്പസ് വെച്ചിട്ടൊന്ന് ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കണം. അത് നമുക്ക് ആദ്യം ഇത് തയ്യാറാക്കുന്ന ഒരു ഫ്ലവർ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളൊന്നൊരു ഹോൾ തയ്യാറാക്കി കൊടുക്കുന്നത്. അപ്പോൾ എല്ലാത്തിലും കൂടെ നമ്മൾ ഹോൾ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ചെമ്പ് കമ്പി വേണം, പിന്നെ കുറച്ച് മുത്ത് വേണം. ഇനി നമുക്ക് ചെമ്പ് കമ്പിയിലേക്ക് ആദ്യം ഒന്ന് മുത്തൊന്ന് ഉറപ്പിച്ച് കൊടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന മുത്തെന്ന് പറയുമ്പോൾ ചെമ്പ് കമ്പിയുടെ അതിലൊന്ന് ഫിറ്റായി കിട്ടുന്ന രീതിയിലുള്ള മുത്തായിരുന്നു. അതല്ലാന്നുള്ള നിങ്ങളുടെ കയ്യിൽ മുത്ത് കുറച്ച് വലിയ മുത്താണെന്നുണ്ടെങ്കിൽ ഗ്ലൂ വെച്ചിട്ട് നിങ്ങളൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ ഈ നൂൽക്കമ്പിയുടെ താഴേന്ന് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഓരോന്നായിട്ട് നമ്മൾ ഈ മുകളിലേക്കൊന്ന് കയറ്റി കൊടുക്കണം. അപ്പോൾ നമ്മൾ ചെയ്യുമ്പം ആദ്യം ഒരു ഷീറ്റ് വയ്ക്കുക, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം അടുത്ത ഷീറ്റ് വയ്ക്കാനായിട്ട്. ഇങ്ങനെ ഈ രീതി വേണം ചെയ്യാനായിട്ട്. ഞാൻ ഇനി ഒരെണ്ണം കൂടെ കാണിച്ചു തരാം. ആദ്യം നമ്മൾ നൂൽക്കമ്പി എടുക്കുക, അതായത് കുറച്ച് കട്ടിയുള്ള കമ്പി വേണം എടുക്കാനായിട്ട്. അതിലേക്ക് ആദ്യം നമ്മൾ മുത്ത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഓരോ പീസായിട്ട് നമ്മളിത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിൽ ഓരോന്നും വയ്ക്കുമ്പം നമ്മൾ ആദ്യം ഒരു പീസ് വെച്ചു, അതിനുശേഷം കുറച്ച് ഗ്യാപ്പ് ഇട്ട് വേണം അടുത്തത് സെറ്റാക്കി വെക്കാൻ. അങ്ങനെ നമുക്ക് കുറച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി ഒരു ഹോം ഡെക്കർ തയ്യാറായി കിട്ടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വെറുതെ കളയുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ്സൊക്കെ വെച്ച് നമുക്ക് അടിപൊളി ഹോം ഡെക്കറാണ് ചെയ്തെടുത്തേക്കുന്നത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുപോലുള്ള വീഡിയോസ് കിട്ടാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ല നല്ല വീഡിയോസുമായിട്ട് കാണാം. അതുവരേക്കും ബൈ. താങ്ക്